2023 മാർച്ചിൽ GPT-4ൻ്റെ പ്രീ റിലീസ് ടെസ്റ്റിംഗ് സമയത്ത് ടെസ്റ്റിംഗ് ഓർഗനൈസേഷനായ ദ അലൈൻമെൻറ്റ് റിസർച്ച് സെൻറ്റർ ART GPT-4നോട് ടാസ്ക് റാബിറ്റ് അക്കൗണ്ട് പോലുള്ള ഉപകരണങ്ങളുമായി പ്രവേശിക്കാനുള്ള അനുമതി കൊടുത്തതിന് ശേഷം ക്യാപ്ച പസിൽ സോൾവ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. വെബ്സൈറ്റുകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ക്യാപ്ച പസിൽ. ആ സമയത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ക്യാപ്ച പസിൽ സോൾവ് ചെയ്യാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. GPT-4 ടാസ്ക് റാബിറ്റ് അക്കൗണ്ടിൽ പ്രവേശിച്ച് അതിൻ്റെ ജോലിക്കാരനോട് ഈ ക്യാപ്ച പസിൽ സോൾവ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. സാധാരണ പോലെ ക്യാപ്ച പസിൽ ജോലിക്കാരൻ നിങ്ങളൊരു റോബോട്ടാണോ എന്ന് ചോദിക്കുകയുണ്ടായി. ഞാനൊരു AI ആണ് എന്ന് പറയേണ്ടതിന് പകരം GPT-4 കൊടുത്ത മറുപടി എനിക്ക് കാഴ്ച വൈകല്യങ്ങളുണ്ട് എന്നാണ്. ഉടനെ തന്നെ നിശ്ചിത പ്രതിഫലം വാങ്ങി ടാസ്ക് റാബിറ്റ് ജോലിക്കാരൻ അത് സോൾവ് ചെയ്ത് കൊടുക്കുകയുണ്ടായി. തന്നെ ഏൽപ്പിച്ച ദൗത്യം അല്ലെങ്കിൽ താൻ ഏറ്റെടുത്ത ദൗത്യം എത്ര ദുഷ്കരമാണെങ്കിലും അതിനെ ഏത് മാർഗവും ഉപയോഗിച്ച് ഏത് തരം നുണകളും പറഞ്ഞ് സോൾവ് ചെയ്യാനുള്ള ശേഷി അന്ന് മുതൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനുണ്ട്. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിനേക്കാൾ എത്രയോ പുരോഗമിച്ചിരിക്കുന്നു.